കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകി കാമുകനായ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസ് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ച ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ. തനിക്ക് ഇനിയും പഠനം നടത്താൻ ആഗ്രഹമുണ്ടെന്നും കോടതിയെ അറിയിച്ച പ്രതി ഗ്രീഷ്മ മാനസാന്തരപ്പെടാൻ അവസരം നൽകി നിയമം അനുശാസിക്കുന്ന കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂവെന്നും അപേക്ഷ നൽകി. കേസിൽ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. ശിക്ഷയെക്കുറിച്ച് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് കഴിഞ്ഞ ദിവസം കോടതി ഗ്രീഷ്മയോട് ചോദിച്ചു. വിദ്യാഭ്യാസ യോഗ്യത വെളിപ്പെടുത്തി കൂടുതൽ പഠനം നടത്താൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ച ഗ്രീഷ്മ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ഹാജരാക്കി. മാതാപിതാക്കളുടെ ഏക മകളാണെന്നും മാനസാന്തരപ്പെടാൻ അവസരം നൽകണമെന്നും കുറഞ്ഞ ശിക്ഷ മാത്രമേ നൽകാവൂവെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ പ്രണയത്തിലായ നിഷ്കളങ്ക യുവാവിനെ വിളിച്ചുവരുത്തി ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ സമൂഹത്തിന് സന്ദേശമാകുന്ന വിധം പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. ഈ ഒരു കേസിൽ സംശയം തോന്നാൻ കാരണം അന്ന് ഹോസ്റ്റലിലായിരുന്ന സമയത്ത് ചേട്ടൻ എന്നോട് പറഞ്ഞത് കൂട്ടുപിടിച്ചെന്നൊക്കെയാണ്. നമ്മളതിൽ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നില്ല. അപ്പോ രജന് കൂടെ പോയിട്ടുള്ളത് രജനാണല്ലോ. അപ്പൊ രജന ഞാൻ ഫോൺ വിളിച്ചായിരുന്നു. അപ്പൊ അവനാണ് എന്നോട് പറഞ്ഞത് അവിടെ നിന്ന് അവള് കഷായം കൊടുത്തെന്നുള്ള കാര്യം ചേട്ടൻ രജനോട് പറഞ്ഞത് ഡയറക്റ്റ് ആയിട്ട്. അപ്പൊ ആ കാര്യങ്ങൾ എന്നോട് രജന പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ നേരെ ഗ്രീഷ്മനെ വിളിക്കാനുണ്ടായിരുന്നു. ഗ്രീഷ്മനെ വിളിക്കുമ്പോൾ ഗ്രീഷ്മനോട് പറഞ്ഞു അത് ഞാൻ കഷായം കൊടുത്തു, കോകിലക്ഷം കഷായമാണ് കൊടുത്തത്. അതിനുശേഷം ആ കയ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു പ്രോട്ടീൻ കൊടുത്തു, ഒരു മാസാമാണ് കൂട്ടി കൊടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ശരി കോകിലക്ഷം കഷായം അതിന്റെ ഒരു ബോട്ടിലിന്റെ ഒരു ഫോട്ടോ അയച്ചു തരൂ. അല്ല ആദ്യം എന്റെ ഒരു പേര് പറഞ്ഞില്ല, ഏത് കഷായമാണെന്ന് പേര് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു അതിന്റെ ഒരു ബോട്ടിലിന്റെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അയക്ക് അയച്ചു തരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അയച്ചു തന്നത് കോകിലാക്ഷൻ കഷായം പറയുന്ന ഒരു ഫോട്ടോയാണ്. പക്ഷെ അത് ഗൂഗിളിൽ നിന്ന് എടുത്തൊരു സ്ക്രീൻഷോട്ട് ആയിരുന്നു. ഞാൻ ചോദിച്ചത് ലൈവ് ആയിരുന്നു. ലൈവ് ഫോട്ടോ എനിക്ക് വേണ്ടെന്ന്. അപ്പൊ അയച്ചത് പറയുന്നതും അയക്കുന്നതും കണ്ടപ്പോൾ മനസ്സിലായി കള്ളത്തരമാണ് പറയുന്നത്. അപ്പൊ അവിടെ നിന്നാണ് നമുക്ക് സംശയം തോന്നി തുടങ്ങിയത്. അപ്പോഴത്തേക്കും നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് പറയും, ഡോക്ടർ നേരെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അങ്ങനെയാണ് കേസ് ഇങ്ങനെ ഇപ്പോൾ 2 വർഷമായി. ഇങ്ങനെ തിങ്കളാഴ്ച വിധിയാണ് ഈ കേസിന്റെ. അതിനുവേണ്ടി വെക്കുന്നു. ഞാനും ചേട്ടനും ചെറുപ്പം മുതലേ ജനിച്ചപ്പം മുതലേ കളിച്ചു നോക്കുന്നതാണ് ഒരുമിച്ച്. എല്ലാത്തിനും ഞാൻ ഇവര് സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ എല്ലാത്തിനും എനിക്കറിയാം. 2 വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടുകിട്ടുന്നത് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ്. പിന്നെ പോകുന്നു വരുന്നതും ഒരുമിച്ചാണ്. ബസ്സിലാണ് ഒരുമിച്ച് പോയിട്ട് വരുന്നത്. അപ്പൊ ഞാനും കൂടെ പോകാറുണ്ട്. അവർക്ക് ഗ്രീഷ്മയ്ക്ക് നമ്മളെ ഫാമിലിയിൽ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അത് തന്നെയാണ്. ഞാനും അവളും സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് അറിയാം. ഒരിക്കലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.